ആദ്യത്തെ വാർത്ത പൂയംകുട്ടിയിൽ നിന്നാണ്. പൂയംകുട്ടി പുഴയിൽ ഒരു കാട്ടാനയുടെ ജഡം വന്നടിഞ്ഞിട്ടുണ്ട്. ഒരു കൊമ്പനാനയുടെ ജഡമാണ് പാറക്കെട്ടിൽ തങ്ങി നിൽക്കുന്നതായി കാണപ്പെട്ടത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആനയുടെ ജഡം കരക്കെത്തിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മോഹൻ വി എബ്രഹാം ചേരുന്നു. മോഹൻ, എപ്പോഴാണ് ഈ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്? എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിശദാംശങ്ങൾ? അനൂപ്, പൂയംകുട്ടി പുഴയിൽ കണ്ടമ്പാറ ഭാഗത്താണ് ഒരു കാട്ടുകൊമ്പൻ്റെ ജഡം വന്നടിഞ്ഞതായിട്ട് നാട്ടുകാർ കണ്ടെത്തിയത്. ഇത് വന്നടിഞ്ഞത് ഒരു പാറക്കെട്ടിൽ വന്ന് തടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഇത് കണ്ട നാട്ടുകാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. സ്വാഭാവികമായിട്ടും ഈ കാട്ടാനയെ സംസ്കരിക്കണമെങ്കിൽ, ജഡം സംസ്കരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും കരക്കെത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇവർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കോതമംഗലം ഫയർ സ്റ്റേഷനെ വിവരം അറിയിക്കുകയും കോതമംഗലം ഫയർ സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഇവിടെ പുറപ്പെട്ടെത്തുകയും ചെയ്തു. കരയിൽ നിന്ന് ഏകദേശം 100 മീറ്റർ അടുത്ത്, ഏകദേശം 100 മീറ്ററോളം ദൂരത്തിലാണ് ഈ കൊമ്പനാനയുടെ ജഡം കിടന്നിരുന്നത്. അവർ പറയുന്നത് അനുസരിച്ച് 20 വയസ്സ് പ്രായമുള്ള കൊമ്പനാണ്. ഒപ്പം തന്നെ ഏകദേശം 7 ദിവസത്തെ പഴക്കവും ആനയുടെ ജഡത്തിനുണ്ട്. കാരണം ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് ഉദ്യോഗസ്ഥർ അവിടെ സ്ഥലത്തെത്തിയത്. തുടർന്ന് ഇവരുടെ ദൗത്യസംഘം 2 സംഘങ്ങളായിട്ട് തിരിഞ്ഞുകൊണ്ട് 3-4 പേരടങ്ങുന്ന 2 സംഘങ്ങളായിട്ട് തിരിഞ്ഞുകൊണ്ട് ഒരു സംഘം കരയ്ക്ക് നിന്നുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. മറ്റൊരു സംഘത്തിൽ ഒരാൾ ഇവരുടെ ലൈഫ് ലൈൻ റോപ്പുമായിട്ട് അക്കരയ്ക്ക് നീന്തി റോപ്പ് ബലമായി ഘടിപ്പിക്കുന്നു. ശേഷം 4 പേര് ഈ ആനയുടെ അടുത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അവിടെ നിന്ന് ആനയെ അവിടെ നിന്ന് ഈ 4 ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് നടന്ന് റോപ്പ് ഉപയോഗിച്ച് തന്നെ പുഴയിൽ കൂടെ നടന്ന് ചെന്ന് ആനയെ മറ്റ് ഹുക്കുകളും ബെൽറ്റുകളും ഒക്കെ ഉപയോഗിച്ച് ആനയെ ബന്ധിച്ചു. ആന അവിടെ നിന്ന് ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ബന്ധിക്കുകയുണ്ടായി. അവിടെ നിന്ന് കൊണ്ടുവരണമെങ്കിലും ഈ ഹുക്കുകളുടെ എല്ലാം സഹായം ആവശ്യമാണ്. തുടർന്ന് ബന്ധിച്ച് അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് പൂയംകുട്ടി ഉൾവനത്തിൽ നമുക്കറിയാം, പൂയംകുട്ടി പുഴയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഓരോ അന്യനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ സ്വഭാവമുള്ളൊരു പുഴയാണ്. ഇപ്പോൾ എവിടെ മഴ പെയ്താലും വെള്ളം കുത്തിയൊലിച്ചെത്തും. ജലനിരപ്പ് എപ്പോഴും ഉയരുമെന്നോ താഴുമെന്നോ നമുക്കൊരിക്കലും പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു പുഴയാണ്. പെട്ടെന്ന് ഉൾവനത്തിൽ മഴ പെയ്യുകയും ജലനിരപ്പ് ക്രമാതീതമായിട്ട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്തു. തുടർന്ന് ഉദ്യോഗസ്ഥരെ പുഴയ്ക്ക് നടുവിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വനവാസി വിഭാഗക്കാരായ ജനങ്ങളും നാട്ടുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ബാക്കി ഉണ്ടായിരുന്നവരെല്ലാം ചേർന്ന് ഈ 4 പേരെ അവരുടെ സഹായത്തോടു കൂടി ഈ 4 പേരെ കരയിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. അനൂപ്, മോഹൻ, ഒരു ചോദ്യം കൂടി. ഈ കാട്ടാനയുടെ ജഡം കരക്കെത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? തീർച്ചയായിട്ടും തുടർന്നും ഇനി ഈ ദൗത്യം ഇവർ തുടരും. കാരണം കാട്ടാനയുടെ ജഡം കരയിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മരണകാരണങ്ങൾ ഇപ്പോൾ വ്യക്തമല്ല. നമുക്കറിയാം, കൊമ്പനാണ്. ഇതിന് ഏതാണ്ട് ഒരാഴ്ചയിലേറെ പ്രായമുണ്ട്. അതീവ ദുർഗന്ധം ഈ ഭാഗത്ത് നിന്ന് വമിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതിനെ കരക്കെത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് സംസ്കരിക്കുക എന്നുള്ളത് വനംവകുപ്പിൻ്റെ കർശനമായിട്ടുള്ള നിയമമാണ്. കാരണം നമുക്കറിയാം, പൂയംകുട്ടി ഉൾവനത്തിലും അതുപോലെ മാമലക്കണ്ടം ഭാഗങ്ങളിലും ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വനമേഖലകളാണ്. ഇവിടെ നിന്നും ഈ അടുത്ത കാലത്ത് വരെ ആനവേട്ട വളരെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ആനവേട്ട ഉള്ളതായിട്ട് അതിനുള്ള തെളിവുകൾ ലഭിച്ചിരുന്നു. പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര ദുർഘട മേഖലയിൽ കിടക്കുന്ന ജഡമാണെങ്കിലും വനം വകുപ്പിനെ അത് റിക്കവറി ചെയ്ത് വീണ്ടെടുത്ത് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് സംസ്കരിക്കുക അല്ലാതെ വേറെ മാർഗങ്ങളില്ല. അതിനുള്ള ശ്രമങ്ങൾ തുടരും. ഇപ്പം നിലവിൽ പുഴയിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. ജലനിരപ്പ് താഴുമോ എന്നത് സംബന്ധിച്ച് വിവരം നൽകാൻ ജനങ്ങൾക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പുഴയിലെ ജലനിരപ്പ് താഴുന്ന പ്രകാരം കോതമംഗലത്ത് നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം അവിടെ എത്തുകയും ആനയെ കരയിലേക്ക് എത്തിക്കുകയും ചെയ്യും. വരുന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ സംഘത്തിന് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്.